ഹലോ, കുട്ടൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞ് കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ജോലി കുറേയൊക്കെ ഒതുക്കി ഒക്കെ ഞാൻ ഒരു കടച്ചക്ക ഇന്നലെ മോൻ കൊണ്ടുവന്നു. അത് ഞാൻ ഇത്തിരി പച്ചടി വെക്കാൻ പോകും. ഇത് കണ്ടിച്ച് എല്ലാം കഷ്ണമാക്കിയിട്ട് കാണിക്കാം. കഷ്ണം ഞാൻ അടുപ്പിൽ വെച്ച് ഒന്ന് വേവട്ടെ. പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് വേവാൻ വെച്ച് അത് വേകുന്ന സമയം കൊണ്ട് ഞാൻ അരപ്പൊന്ന് റെഡിയാക്കാം. എന്നിട്ട് കാണിക്കാം. കടച്ചക്കയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞ് ഞാനതിനപ്പം അതിന് വേണമെന്ന് അരപ്പൊന്ന് ഒഴിക്കാം. തൈര് ചേർക്കണം. തൈര് ചേർക്കാം. ഇതൊന്ന് ചൂടായിട്ട് തൈര് ചേർക്കാം. ചൂടായിട്ട് ഈ അരപ്പൊഴിച്ചതല്ലേ, അപ്പോൾ അതൊന്ന് ചൂടായിട്ട് തൈര് ചേർക്കാം. അല്ലെങ്കിൽ അത് ഇറക്കി വെച്ചോണ്ട് വേണം തൈര് ചേർക്കാൻ. ശകലം ഉപ്പും കൂടെ വേണം. കടുകും ജീരകവും എല്ലാം അരച്ചതിൻ്റെ സ്വാദുണ്ട്. ഉപ്പ് നോക്കി ശകലം ഉപ്പ് വേണമായിരുന്നു. ഒന്ന് ചൂടായിക്കോട്ടെ. ചൂടായിട്ട് തൈര് ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള തൈര് ചേർക്കണം. അരപ്പിൻ്റെ പച്ചച്ചുവയൊന്ന് മാറട്ടെ. തൈര് തൈരെടുക്കണം. തൈര് ചേർക്കുക. ആവശ്യമുള്ള തൈര് ചേർക്കുക. തൈര് ഞാൻ നല്ല തൈരായിരുന്നു, അത് ഉടച്ച് വെച്ച് അത് ആവശ്യമുള്ളത് ചേർത്ത് നമുക്ക് കടുക് വറക്കണം. ഇനി നമുക്ക് കടുക് വറക്കാം. ഞാനിതിനകത്ത് അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ പറ്റിയില്ല. ഇതിനകത്ത് കുറച്ച് മുന്തിരിങ്ങ ഇട്ടിട്ടുണ്ട്, കറുത്ത മുന്തിരി. അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, ഇട്ട് കഴിഞ്ഞാൽ ഓർത്തത്. അപ്പോൾ അത് നമ്മൾ കടുക് വറക്കാനുള്ള ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. കടുക് വറക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2-3 വറ്റൽമുളക് ഇട്ട് വെച്ചത് ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം.
അപ്പോൾ കടുക് വറുത്തെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പം പൈനാപ്പിൾ പച്ച റെഡി ആയിട്ടുണ്ട്. അല്ല, നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണോ റെഡിയാക്കുന്നതെന്നൊക്കെ ഒന്ന് പറയണം. ഞാനിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തൊന്നും ചെയ്യാനില്ല, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്.